ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആശാ രതീഷ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയുന്നതിനോടൊപ്പം നാം പ്രാക്ടീസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒന്നാമതായി ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നന്ദി എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയുക. നമ്മൾ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന ഓരോ കാര്യവും ഈ പ്രപഞ്ചം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാവിന് അത്രമാത്രം ശക്തിയുണ്ട്. അതിനേക്കാൾ ശക്തമായ ഒരു രീതിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നത്. ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നന്ദി എഴുതി വയ്ക്കുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അറിയുകയും അത് ഈ പ്രപഞ്ചത്തിലേക്ക് വളരെ വേഗം എത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ ഉപബോധ മനസ്സ്. നമ്മുടെ മനസ്സിൻ്റെ 2 തലങ്ങളാണ് ബോധമനസ്സും ഉപബോധ മനസ്സും എന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതും അറിയുന്നതുമായ എന്തും നമ്മുടെ ബോധമനസ്സ് മനസ്സിലാക്കുന്നു. ഇനി നമ്മുടെ ബോധമനസ്സിൽ നാം ആഴത്തിൽ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. നമ്മുടെ ബോധമനസ്സിൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ, അതായത് ആരോഗ്യം, സ്നേഹം, ജോലി, സമ്പത്ത് എന്നിങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ഇവയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും വിഷമം, കടം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവയൊക്കെയാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമുക്കിവയിൽ ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ എത്തിച്ചേരാനായി നമ്മളെപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കുക. ഇനി നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കാനായി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തി ശാന്തമാക്കി വയ്ക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ. ഇത് നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റെങ്കിലും ചെയ്യേണ്ടതാണ്. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ചെയ്താൽ അത്രയും നല്ലതാണ്. മെഡിറ്റേഷൻ നിങ്ങളിൽ ഉണ്ടാക്കുന്നത് വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും. ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സമാധാനത്തിൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഈ മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ചെറുപ്പം മുതലേ തന്നെ എനിക്കൊരു കാര്യം അറിയായിരുന്നു. നമ്മൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മൾ 100 പേര് തിരിച്ചു പറയുമെന്ന്. പക്ഷേ അത് ലോ ഓഫ് അട്രാക്ഷൻ ആണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ 2 കാര്യങ്ങളും, അതായത് മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും എഴുതാൻ തുടങ്ങിയതിലൂടെ എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടവും ബഹുമാനവും തോന്നി തുടങ്ങിയത് ഇവ രണ്ടും എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഇതിലൂടെയാണ് എനിക്കും ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതവും ചെറിയ രീതിയിലൊന്ന് മാറ്റി ഈ രീതിയിലൂടെ ജീവിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അത്ഭുതം നിങ്ങൾക്ക് കണ്ടറിയാനാവും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവാൻ ഒരു സഹായമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക്